സംസ്ഥാനത്ത് വലിയ ചൂടാണ്, കൊടും ചൂടാണ്. ഇന്നും 12 ജില്ലകളിൽ യെല്ലോ അലേർട്ട് നിലനിൽക്കുന്നുണ്ട്. പാലക്കാട് താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കും എന്ന മുന്നറിയിപ്പിനിടെ വൈദ്യുതി ഉപഭോഗം 117.15 ദശലക്ഷം യൂണിറ്റ് എന്ന സർവകാല റെക്കോർഡിൽ എത്തി നിൽക്കുകയാണ്. പവർ കട്ട് ഒഴിവാക്കാൻ ശ്രമം തുടങ്ങിയതായി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. അതേസമയം ചൂടിന് ആശ്വാസമായി ഇന്നു മുതൽ 22 വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഗോകുൽനാഥ് ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഗോകുൽ, ചൂടെന്ന് പറഞ്ഞാൽ അസഹനീയം തന്നെയാണെങ്കിൽ ഇപ്പോൾ ചെറുതായിട്ട് ചിലയിടങ്ങളിലൊക്കെ മഴ ലഭിച്ചു എന്നുള്ളത് ഇന്നലെയൊക്കെ ഒരു ആശ്വാസമായിട്ടുണ്ടായിരുന്നു. മഴ തുടരും ഇനിയുള്ള ദിവസങ്ങളും കുറച്ച് ദിവസം എന്നുള്ളതും ആശ്വാസമുള്ള കാര്യമാണ്. എങ്ങനെയൊക്കെയാണ് അലേർട്ട്? റീത്ത, ശ്രുതി, എന്തായാലും ഈ ചിലയിടങ്ങൾ അല്ലെങ്കിൽ ചില പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മഴ പെയ്യുന്നുണ്ടെങ്കിലും അത് പൂർണ്ണ തോതിൽ സംസ്ഥാനത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യമൊന്നുമില്ല. എന്തായാലും പാലക്കാട് കഴിഞ്ഞ ദിവസത്തെ ചൂട് 40 ഡിഗ്രിക്ക് അടുത്തായിരുന്നു. ഇന്നിപ്പോൾ 40 ഡിഗ്രിയാണ് പ്രവചിക്കുന്ന ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത്. പല ജില്ലകളിലും ഇതിന് സമാനമായിട്ടാണ്. മറ്റുള്ള ജില്ല കോട്ടയത്താണ്. കോട്ടയത്ത് 39 ഡിഗ്രിയോളം ചൂടാണ് ഇന്നത്തേക്ക് പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. പലയിടങ്ങളിലും ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് അറിയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവിടെയൊക്കെ മഴ പെയ്യാനുള്ളൊരു സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. മറ്റിടങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന അതേ കാലാവസ്ഥയും സ്ഥിതിയും തുടരും എന്നുള്ളത് തന്നെയാണ് അറിയിക്കുന്നത്. എന്തായാലും ഈ കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ പലയിടങ്ങളിലും വലിയ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ്. പലയിടങ്ങളിലും കാട്ടുതീ പോലെയുള്ളവ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ള കാര്യം കൂടിയുണ്ട്. എന്തായാലും ഈ കനത്ത ചൂട് ഉയരുന്ന ഒരു സാഹചര്യത്തിൽ കൂടെ ഈ സംസ്ഥാനത്തെ വൈദ്യുത ഉപഭോഗത്തിൽ വലിയ മാറ്റമുണ്ട് എന്നുള്ളതാണ്. കനത്ത രീതിയിൽ തന്നെ ഈ വൈദ്യുത ഉപഭോഗം കൂടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ കരുതൽ ആവശ്യമുണ്ട് എന്നുള്ളതാണ് വൈദ്യുത മന്ത്രി അടക്കം കഴിഞ്ഞ ദിവസം പറഞ്ഞതിൻ്റെ ഭാഗമായി ലോഡ് ഷെഡിംഗ് അടക്കം വേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടി സംസ്ഥാനത്തുണ്ട് എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട്. ഇന്നലെ മാത്രം വൈകുന്നേരം ആവശ്യമായി വന്നത് 6000-ഓളം യൂണിറ്റ് വൈദ്യുതിയുടെ ഒരു ആവശ്യം സംസ്ഥാനത്തുണ്ടായി. അത്തരത്തിൽ കനത്ത ഉപഭോഗത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന സാഹചര്യത്തിൽ ലോഡ് ഷെഡിംഗ് അടക്കമുള്ളവ KSEB തീരുമാനിക്കുന്ന കാര്യം കൂടി മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കൂടുതൽ മുന്നൊരുക്കത്തിലാണ് KSEB.